BSFിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 4 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ളത്. അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. 4 നോട്ടിഫിക്കേഷൻ്റെയും ചുരുക്ക രൂപങ്ങൾ, അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ്, അതുപോലെ ഹൈറ്റ്, പിന്നെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പറയും. പിന്നെ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള ഡീറ്റെയിൽസും പറയും. അപ്പോൾ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ പ്രൊസീജിയർ, ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. BSFിലേക്ക് മുൻപ് നിരവധി നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. വീണ്ടും അത് റീഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷകൾ റീഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റീഓപ്പണിൻ്റെ ലാസ്റ്റ് ഡേറ്റും ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് BSFിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന 4 നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ 4 നോട്ടിഫിക്കേഷനും വളരെ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യതകളും, അതായത് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നത്. സോ ഈ ഒരു പറയുന്ന യോഗ്യത, നോട്ടിഫിക്കേഷനിൽ പറയുന്ന കൃത്യമായ യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട്. എങ്ങനെ ഇതിന് അപേക്ഷിക്കണം, കൂടുതൽ വിവരങ്ങൾ വീഡിയോയുടെ ലാസ്റ്റും പറയുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഈ 4 നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ഇൻസ്പെക്ടർ ലൈബ്രറിയൻ പോസ്റ്റാണ്. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. സാലറി സ്കെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയും നമുക്ക് നോക്കാം. വനിതകൾക്കും പുരുഷന്മാർക്കും 30 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. പ്രായപരിധി 30 വയസ്സിൽ കവിയാൻ പാടില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഓർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുണ്ടെങ്കിലോ അപ്ലൈ ചെയ്യാൻ സാധിക്കും. എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. 2 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ ലൈബ്രറി അണ്ടർ ദി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലോ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. പിന്നെ ഡിസേബിൾ ആണ്. അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ ഈ സമാന മേഖലയിൽ അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഡിസേബിൾ ആണ്, അത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഉയരം 167.5 സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് വേണം. 157 സെൻറ്റിമീറ്റർ ഫീമെയിൽസിന് വേണം. 81 സെൻറ്റിമീറ്റർ ജസ്റ്റ് അൺഎക്സ്പാൻഡ് ആയിട്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണം. 86 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാർക്ക് ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ നോക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട മെത്തേഡൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് മുഖാന്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് പറയാനുള്ളത്. സോ ഇനി നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് കടക്കാം. ഇതാണ് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വനിതകൾക്കും പുരുഷന്മാർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇത് ഏകദേശം ഗ്രൂപ്പ് ബി പോസ്റ്റും ഇതിൽ പറയുന്നുണ്ട്, സി പോസ്റ്റും പറയുന്നുണ്ട്. ഗ്രൂപ്പ് ബി പോസ്റ്റിൽ വരുന്നത് SI ആണ്, സ്റ്റാഫ് നേഴ്സ് പോസ്റ്റാണ്. അതിൻ്റെ വേക്കൻസികൾ അതുപോലെ തന്നെ ശമ്പള വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഗ്രൂപ്പ് സി പോസ്റ്റ് ആയിട്ടുള്ള ASI ലാബ് ടെക്നീഷ്യൻ, ASI ഫിസിയോതെറാപ്പിസ്റ്റ്, ഇതിൻ്റെ വേക്കൻസിയും അതുപോലെ തന്നെ ശമ്പള സ്കെയിലും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കാം. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യോഗ്യതയുള്ള പോസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിച്ചിട്ടൊക്കെ ഈ ഒരു ഭാഗം നോക്കാവുന്നതാണ്. ദെൻ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും ആദ്യം തന്നെ നമുക്ക് കടക്കാം. SI സ്റ്റാഫ് നേഴ്സ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത +2 ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം. പിന്നെ രജിസ്ട്രേഷൻ ആസ് എ ജനറൽ നേഴ്സ് ആൻഡ് മിഡ്വൈഫ് വിത്ത് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് പറഞ്ഞിട്ടുള്ളത്, നഴ്സിംഗ് കൗൺസിലിൻ്റെ കീഴിൽ. പിന്നെ ഡിസേബിൾ ആണ്, എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും. പിന്നെ ഈ ഒരു യോഗ്യതയും 3 യോഗ്യതയുള്ളവർക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. SI പോസ്റ്റിനാണ്. അതുപോലെ തന്നെ ASI തസ്തികയിലേക്ക് കിടക്കുകയാണെങ്കിൽ ലാബ് ടെക്നീഷ്യൻ ആണ്, +2 വേണം സയൻസോട് കൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ASIൻ്റെ യോഗ്യത. പിന്നെ ASI ഫിസിയോതെറാപ്പിസ്റ്റിന് അപേക്ഷിക്കാൻ +2 സയൻസോട് കൂടി വേണം. പിന്നെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പി ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. വിത്ത് 6 മന്ത് എക്സ്പീരിയൻസ് ഇൻ എ ഹോസ്പിറ്റൽ ഓഫ് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. SIയിലേക്ക് അപേക്ഷിക്കാൻ 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയും, ASI ലാബ് ടെക്നീഷ്യന് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയും, ASI ഫിസിയോതെറാപ്പിസ്റ്റിന് ഏകദേശം 20 to 27 വയസ്സ് വരെയുമാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ ഹൈറ്റും ബാക്കിയുള്ള ഫിസിക്കൽ എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് 165 സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം. 150 ഫീമെയിൽസിന് വേണം.
76 സെൻറ്റിമീറ്റർ അൺഎക്സ്പാൻഡഡ് ആയിട്ടുള്ള ചെസ്റ്റ് പുരുഷന്മാർക്ക് വേണം 81 സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. സോ ഇതാണ് SI അതുപോലെ തന്നെ ASI പോസ്റ്റുകളുടെ ഫിസിക്കൽ മെഷർമെൻറ്റിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാമെന്നുള്ളത് നമ്മൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞുതരാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഡേറ്റ് നിങ്ങൾ കാര്യമാക്കണ്ട. ഈ ഡേറ്റ് പണ്ടത്തെ ഡേറ്റ് ആണ്, ക്ലോസ് ചെയ്തതല്ല. ഇപ്പോൾ ഓൺലൈനായിട്ട് ഇതിൻ്റെ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. ലാസ്റ്റ് നമുക്ക് അതിലേക്ക് കിടക്കാം. സോ എന്തായാലും അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനും മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ പോസ്റ്റ് SI വെഹിക്കിൾ മെക്കാനിക് ആണ്. അപ്പോൾ അത് ഗ്രൂപ്പ് B ആണ്. ഗ്രൂപ്പ് B പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 200 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാവും. ഗ്രൂപ്പ് C പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാവും. ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. SC ST അടക്കേണ്ട, ഫീമെയിൽസ് അടക്കേണ്ട, ബാക്കിയുള്ള പുരുഷന്മാരാണ് അടക്കേണ്ടത്. സോ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയതുകൊണ്ടാണ് എല്ലാ നോട്ടിഫിക്കേഷനിലും പറയാതെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഫീസും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് ജസ്റ്റ് ആ ഒരു കാര്യം സ്പീഡ് പറഞ്ഞത്. എനിവേ ഇവിടെ നിങ്ങൾക്ക് SIൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. പിന്നെ കോൺസ്റ്റബിൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. അപ്പോൾ അവിടെ കോൺസ്റ്റബിൾ OT RP വരുന്നുണ്ട്, കോൺസ്റ്റബിൾ SKT വരുന്നുണ്ട്, ഫിറ്റർ വരുന്നുണ്ട്, കാർപ്പൻറ്റർ വരുന്നുണ്ട്, ഓട്ടോ ഇലക്ട്രിക് വരുന്നുണ്ട്, അതുപോലെ തന്നെ വെഹിക്കിൾ മെക്ക് വരുന്നുണ്ട്, വെഹിക്കിൾ മെക്കാനിക് ആണ്. അതുപോലെ തന്നെ BSTS വരുന്നുണ്ട്, അപ്പ് ഹോൾസ്റ്റർ വരുന്നുണ്ട്. ഇത്രയധികം പോസ്റ്റാണ് വരുന്നത്. ലെവൽ 6ഉം ലെവൽ 3യുമാണ് പേ സ്കെയിൽ എന്ന് നോക്കുക, മനസ്സിലാക്കുക. അതുപോലെ ഇതിൻ്റെ എലിജിബിലിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ് 1 by 1 ആയിട്ട് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ SI വെഹിക്കിൾ മെക്കാനിക് ഗ്രൂപ്പ് B പോസ്റ്റിലേക്ക് 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കോൺസ്റ്റബിൾ ടെക്നിക്കൽ പോസ്റ്റ് ആണത്. അപ്പോൾ അതിന് ഗ്രൂപ്പ് C പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്, റെക്കഗ്നൈസ്ഡ് ബോർഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മെട്രിക്കുലേഷനോ 10ാം ക്ലാസ് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. 10ാം ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് റെസ്പെക്റ്റീവ് ട്രേഡ്, നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രേഡിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ആ ട്രേഡിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 3 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ആ ട്രേഡിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. SIയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 30 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 13 ഇയേഴ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. ഇനി കോൺസ്റ്റബിളിലേക്ക് 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ SC STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ മെയിൽ കാൻഡിഡേറ്റ്സിനും 157 സെൻറ്റിമീറ്റർ ഫീമെയിൽസിനും ആവശ്യമാണ്. ചെസ്റ്റ് 75 സെൻറ്റിമീറ്റർ അൺഎക്സ്പാൻഡഡ് ആയിട്ടും അതുപോലെ തന്നെ 18 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓടിച്ചു പോകാം. പിന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള VSFൻ്റെ ലിങ്കും വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുമെന്നും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഈ സിലബസ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ നോട്ടിഫിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞു തരാം. സോ ഈ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഇതിനും അപേക്ഷാ ഫീസ് ഉണ്ട്, അതും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പറഞ്ഞ പോസ്റ്റുകളിലെല്ലാം അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതാണ്. B പോസ്റ്റിന് 200ഉം അതുപോലെ തന്നെ C പോസ്റ്റിനേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് 100 രൂപയുമാണ് കോമൺലി ഫീസ് വരുന്നത്. സോ ഇതാണ് 4ാമത്തെ നോട്ടിഫിക്കേഷൻ ആൻഡ് ഫൈനൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള തസ്തികയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. വെറ്റിനറിയും അതുപോലെ തന്നെ കാനൽമാനുമാണ്. സോ ഇതിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറിയിൽ +2 ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിമം 1 ഇയർ കോഴ്സ് ഇൻ വെറ്റിനറി സ്റ്റോക്ക് അസിസ്റ്റൻറ്റ് ഫ്രം എനി റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അതും കൂടി വേണം. ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസ് 1 വർഷം ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. കോഴ്സ് മാത്രം പോരാ എന്നുള്ള കാര്യം കൂടി വ്യക്തമായി പറയുന്നു. ഇനി കോൺസ്റ്റബിൾ കാനൽമാനെ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡലിംഗ് ഓഫ് ആനിമൽ ഫ്രം ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റൽ ഓർ ഡിസ്പെൻസറി അല്ലെങ്കിൽ വെറ്റിനറി കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആനിമൽ ഫാംസിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിന് രണ്ടിനും അപേക്ഷിക്കാനുള്ള പ്രായപരിധി സിമിലർ ആണ്. 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് റിലാക്സേഷൻ നൽകപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 165 സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് ഹൈറ്റ് വേണം, 150 വനിതകൾക്ക് വേണം, 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് അൺഎക്സ്പാൻഡഡ് ആയിട്ട് വേണം, എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 81 സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. സോ ഇതാണ് 4ാമത്തെ നോട്ടിഫിക്കേഷൻ. ഇനി ഇതിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് നോക്കാം.
അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഓരോരോ നോട്ടിഫിക്കേഷനും അതിന് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ BSFൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. സോ ഈ ഒരു BSFൻ്റെ വെബ്സൈറ്റിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കറന്റ് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ആദ്യത്തെ പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് 25 ജൂലൈ 2024 എന്ന് പറഞ്ഞിട്ട് ഇത് ലൈബ്രറിയൻ പോസ്റ്റ് ആണ്. നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ലൈബ്രറിയൻ പോസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ വീഡിയോൻ്റെ ഈ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ഓരോരോ നോട്ടിഫിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നിങ്ങൾ BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ASI പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഏകദേശം സെയിം പ്രൊസീജിയർ തന്നെയാണ്. ക്വാളിഫിക്കേഷൻ മാറ്റം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം 1, 2 അതുപോലെ തന്നെ 3, 4 നമ്മൾ പറഞ്ഞിട്ടുള്ള 4 പോസ്റ്റുകളും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ഓർത്തിരിക്കുക 25 ജൂലൈ 2024 ആണ്. അതിന് മുൻഭാഗം നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുക. അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുള്ളതായിരുന്നു ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സോ നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. 25 ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ്.